2 വർഷം നീണ്ട വംശഹത്യയ്ക്ക് ഒടുവിൽ അന്ത്യമാവുകയാണ്. ബോംബർ വിമാനങ്ങളെ ഭയക്കാതെ ഗസയിലെ മനുഷ്യർക്ക് സമാധാനത്തോടെ തലചായ്ക്കാവുന്ന ദിനങ്ങളാണ് വരാനിരിക്കുന്നത്. മറുഭാഗത്ത് ഇസ്രായേൽ എന്ന സയനിസ്റ്റ് ശക്തി ആയതുകൊണ്ട് തന്നെ എത്ര നാൾ എന്നത് ഒരു ചോദ്യചിഹ്നമാണ്. എന്നിരുന്നാലും നിലവിലെ വെടിനിർത്തൽ ഒരു ടേണിംഗ് പോയിന്റാണ്. ഇസ്രായേൽ ഫലസ്തീൻ വിഷയത്തിലെ സുപ്രധാനമായൊരു നാഴികകല്ല്. അതേക്കുറിച്ചാണ് ഇന്നത്തെ ഇൻഡെപ്ത് സംസാരിക്കുന്നത്. സ്വാഗതം. കഴിഞ്ഞ ദിവസം വെടിനിർത്തലിന് പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ ട്രംപ് അദ്ദേഹത്തെ സ്നേഹത്തോടെ ഉപദേശിച്ചത് ഒരേ ഒരു കാര്യമായിരുന്നു: ബീബി, ഇസ്രായേലിന് ലോകത്തോട് പോരാടാൻ കഴിയില്ല. ഈ വാക്കുകളിലുണ്ട് നിലവിലെ വെടിനിർത്തൽ കരാറിന് പിന്നിലെ പ്രേരക ശക്തി. അതെ, ഇസ്രായേലിനെതിരാണ് ലോകം, അഥവാ ലോകം നിലകൊള്ളുന്നത് ഫലസ്തീനൊപ്പമാണ്. മാസങ്ങൾക്ക് മുൻപ് ഹമാസിനെ തകർത്ത് ഇസ്രായേലിന് സമ്പൂർണ്ണ വിജയം നേടിക്കൊടുത്തേ അടങ്ങുവെന്ന് വാശി പിടിച്ച നെതന്യാഹുവിന്റെ നിലപാട് മാറ്റം ലോകത്ത് അലയടിച്ച ആ ഇസ്രായേൽ വിരുദ്ധതയുടെ പരിണിത ഫലമാണ്. ഇരകളുടെ പ്രതിച്ഛായ ഉണ്ടായിരുന്ന ഒരു സമൂഹം കുറഞ്ഞ കാലം കൊണ്ട് ലോകത്തിനു മുന്നിൽ ക്രൂരനായ വേട്ടക്കാരനായി മാറിയ പ്രതിഭാസമാണ് ഇസ്രായേലിന്റെ കാര്യത്തിൽ സംഭവിച്ചത് എന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. അഭിപ്രായ വോട്ടെടുപ്പുകൾ, സോഷ്യൽ മീഡിയ, അന്താരാഷ്ട്ര കോടതികളിലെ സംഭവ വികാസങ്ങൾ, രാഷ്ട്രീയ ഉന്നതർ എങ്ങനെ പ്രതികരിക്കുന്നു, അങ്ങനെ ഏത് അളവുകോൽ പരിശോധിച്ചാലും ഇസ്രായേലിനോടുള്ള ലോകത്തിന്റെ എതിർപ്പ് പ്രകടമാണ്. 2023 ഒക്ടോബർ 7 നിന്നും 2025 ഒക്ടോബർ എത്തുമ്പോഴേക്കും ഇസ്രായേലിന് ഏറ്റവും അധികം പിന്തുണ ലഭിച്ചിരുന്ന അമേരിക്കയിൽ പോലും കാര്യങ്ങൾ തകിടം മറിയുകയായിരുന്നു. ട്രംപിന്റെ മാഗ ആണികളും നേതാക്കളും ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യയാണെന്ന് പറയുന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഗസയിലെ വംശഹത്യയിലൂടെ നെതന്യാഹുവിന് മുനമ്പിനെ പൂർണ്ണമായും നശിപ്പിക്കാനും വാസയോഗ്യമല്ലാതാക്കാനും മാത്രമാണ് സാധിച്ചത്. മറുവശത്ത് ഇസ്രായേലിന് അതിശക്തമായിരുന്ന അന്താരാഷ്ട്ര പിന്തുണ ഛിന്ന ഭിന്നമായി. ഇസ്രായേലിന്റെ സുഹൃത്ത് എന്നത് 2023 ഒക്ടോബർ 6 വരെ പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ രാഷ്ട്രീയ നേതാക്കൾ മേന്മയായി പറഞ്ഞിരുന്നെങ്കിൽ അതിന്ന് മാറിയിരിക്കുന്നു. ജൂതരാഷ്ട്രത്തിന്റെ പ്രതിരോധിക്കാനുള്ള അവകാശം, അതെല്ലാം പഴങ്കഥ മാത്രമായി മാറിയിരിക്കുന്നു. ലോകത്തിന്റെ ഈ മാറ്റം ഒരു കാരണമാണെങ്കിൽ മറ്റൊന്ന് 2 വർഷത്തിനിടയിൽ നെതന്യാഹുവിന് സംഭവിച്ച ഒരു സ്ട്രാറ്റജിക് പിഴവാണ്. സെപ്റ്റംബർ 9 ദോഹയിൽ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണം അവർക്ക് എല്ലാ തരത്തിലും തിരിച്ചടിയായിരുന്നു. ലക്ഷ്യം കൈവരിക്കാനായില്ല എന്ന് മാത്രമല്ല, അമേരിക്കയെ പോലും ആ ആക്രമണം പ്രതിസന്ധിയിലാക്കുകയും ചെയ്തു. ഈ സംഭവം പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ അറബ് സഖ്യ കക്ഷികൾക്കിടയിൽ പോലും വലിയ വിശ്വാസ്യതാ നഷ്ടത്തിന് കാരണമായിരുന്നു. അമേരിക്കയോടൊപ്പം നിന്നാൽ പോലും ഇസ്രായേലി മിസൈലുകളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷയുണ്ടാകില്ല എന്ന തോന്നൽ പ്രബലമായി. അത്തരത്തിൽ സ്വാധീന നഷ്ടം ഭയന്ന് നാറ്റോയിലെ ആർട്ടിക്കിൾ 5 സമാനമായ എക്സിക്യൂട്ടീവ് ഓർഡർ പോലും ട്രംപിന് പുറത്തിറക്കേണ്ടി വന്നു. ഖത്തറിനെ ആക്രമിക്കുന്നത് അമേരിക്കയ്ക്കെതിരായ ആക്രമണമായി പരിഗണിക്കുമെന്ന ഉത്തരവാണ് ട്രംപ് പുറപ്പെടുവിച്ചത്. ഒപ്പം നെതന്യാഹുവിനെ കൊണ്ട് ഖത്തറിനോട് മാപ്പ് പറയിപ്പിക്കുകയും ചെയ്തു. ഖത്തർ ആക്രമണം ഉണ്ടാക്കിയ പ്രതിഫലനങ്ങൾ എന്തൊക്കെയാണ് എന്ന് സൂചിപ്പിക്കാനാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഈ 2 കാര്യങ്ങളാണ് പ്രധാനമായും ഇസ്രായേലിനും അമേരിക്കയ്ക്കും മേൽ സമ്മർദ്ദം സൃഷ്ടിച്ചത്. നിലവിലെ വെടിനിർത്തൽ ഇസ്രായേലിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ പ്രകമ്പനങ്ങൾക്ക് സാധ്യതയേറ്റുമെന്നാണ് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. ഇപ്പോൾ തന്നെ നെതന്യാഹുവിൻ്റേത് ഭൂരിപക്ഷമില്ലാത്ത സർക്കാരാണ്. പുതിയ സംഭവ വികാസങ്ങൾ എങ്ങനെയാകും സർക്കാരിനെ ബാധിക്കുക എന്നതും നോക്കിക്കാണേണ്ടതാണ്.